ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതാണ് സംഭവം. ചപ്പാത്തി ഷവർമ്മ, ചിക്കൻ വെച്ചിട്ടുള്ള ചപ്പാത്തി ഷവർമ്മയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അത്രത്തോളം വെജിറ്റബിൾസ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിപ്പിക്കാനായിട്ടുള്ളൊരു ഉത്തമ മാർഗ്ഗമാണ് കേട്ടോ ഈ ഷവർമ്മ എന്ന് പറയുന്നത്. കാര്യം ഈ ഫില്ലിങ്സ് വെക്കുന്നത് മൊത്തം വെജിറ്റബിൾസാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ്മ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാപ്സിക്കം എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. നീളത്തിലരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വഴറ്റുന്ന പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തത് നമുക്ക് ക്യാബേജ് അരിയാവുന്നതാണ്. ക്യാബേജും ഇങ്ങനെ ക്യാബേജ് അരിയുമ്പോൾ ഇത്തിരി നീളത്തിൽ അരിയുക കേട്ടോ. അതാകുമ്പം വഴറ്റി വരുമ്പോൾ ഒരു ഫില്ലിങ്സിനൊരു ഭംഗിയാണ് കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ നീളത്തിൽ കുറച്ച് ക്യാബേജ് അരിയുക. ക്യാബേജും കൂടെ അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം, സാധാരണ ഷവർമ്മ ഉണ്ടാക്കുന്നത് കുബൂസിനകത്താണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുബൂസിനകത്തല്ല, ചപ്പാത്തിക്കകത്താണ്. അപ്പോൾ ചപ്പാത്തി വെച്ച് എങ്ങനെ ഷവർമ്മ ഉണ്ടാക്കാമെന്നല്ലേ നമ്മൾ നോക്കുന്നത്. ചിലർക്ക് കുബൂസാണ് ഇഷ്ടം, ചിലർക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ഞാനിതൊരു യൂട്യൂബിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടു പഠിച്ചതാണ് കൂട്ടുകാരെ കേട്ടോ. അല്ലാതെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് തന്നെ പഠിച്ചതാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടെ നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയോ നീളത്തിലോ ഒക്കെ അരിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതും കൂടെ ചേർത്ത് പച്ചക്കറിയിലൊന്ന് ആഡ് ചെയ്തതിന് ശേഷമാണ് ഫില്ലിങ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റിയെടുക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റുക. എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി നമ്മുടെ അളവിനേക്കാൾ കുറച്ചുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഷവർമ്മയുടെ ഫില്ലിങ്സിനായിട്ട് മയോണൈസ് വേണം. മയോണൈസ് നമ്മൾ തയ്യാറാക്കുന്നത് പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ടതിന് ശേഷം 2 അടപ്പ് വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ കുപ്പിയുടെ അടപ്പിൻ്റെ തന്നെ 2 അടപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി, എൻ്റെ ഈ കുരുമുളകില്ലായിരുന്നു അതുകൊണ്ട് പൊടിയേ ഉള്ളൂ, കുറച്ച് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ, മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള മണമില്ലാത്ത ഓയിലുണ്ടല്ലോ, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നല്ല തിക്നെസ് ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഞാൻ കടയിൽ നിന്ന് മേടിച്ച ചപ്പാത്തിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് മേടിച്ച ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഷവർമ്മ വേണം അത്രത്തോളം ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഫില്ലിങ് ഇതിനകത്തോട്ട് വെക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ബൗളിലിട്ടതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് കൂടെ ചേർക്കുക. നല്ല കട്ടിയുള്ള മയോണൈസായിട്ടാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്യുന്നതിന് ഇച്ചിരി പണിയുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള മയോണൈസ് ആയതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ചപ്പാത്തിയിലോട്ട് ഈ ഫില്ലിങ്സ് കുറേശ്ശെ നീളത്തിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ എൻഡിലേക്ക്
ചുരുട്ടിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുരുട്ടിയെടുക്കുന്ന കണക്ക് തന്നെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. ഒന്ന് ചുരുട്ടിയെടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ ഞാൻ എല്ലാം ഫില്ലിങ്സ് വെച്ച് ചുരുട്ടിയെടുത്ത് ഷവർമ റോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. റോളാക്കി എടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ചപ്പാത്തി ഷവർമ. അപ്പോൾ ഇത്രയും റോള് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ തുമ്പിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ തുമ്പി കഴിച്ചിട്ട് എന്ത് അഭിപ്രായം പറയുന്നത് നമുക്ക് നോക്കാം. തുമ്പി ഇത് കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് തുമ്പിയുടെ മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് സക്സസ് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനും കൂടെ ഒരെണ്ണം കഴിച്ച് നോക്കാമെന്ന് വെച്ചു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചപ്പം. പിന്നെ ആ കുഞ്ഞാറ്റയ്ക്കും എൻ്റെ ഹസ്ബൻഡിനും കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അറിയാമല്ലോ, അവർക്ക് വീഡിയോയിൽ വരാൻ മടിയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ ഇടൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.